ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു ഈസി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഇതിനുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിസേർട്ട് റെസിപ്പി. വീട്ടിലുള്ള ചേരുവ ഇതിന് ആവശ്യമുള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അടുപ്പത്ത് വെച്ച് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അതായത് 4 കപ്പ് പാല്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാൽപ്പൊടി, പാൽപ്പൊടി ഇല്ലെങ്കിൽ മിൽക്കി മെയ്ഡ് ആയാലും മതി, അതൊരു കപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പാൽ തിളക്കാൻ വയ്ക്കണം. പാൽ തിളച്ചാൽ 1 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഓഫ് ചെയ്യണം. ഇനി നമുക്കിത് പുഡിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായി തണുത്ത ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ചൂട് പോകണം, അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് സാഗോ സീഡാണ്, അതായത് ചൊവ്വരി. നമ്മുടെ നാട്ടിലൊക്കെ ചൊവ്വരി എന്നാണ് പറയാറ്. അത് 1 കപ്പിൽ താഴെ എടുക്കാം. 1 കപ്പ് നിറയണ്ട. വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച ശേഷം ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് വരെ ഇത് വേവാൻ വെക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് കളർ മാറിയാൽ നമുക്ക് ഓഫ് ചെയ്യാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഇതൊരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കിതെടുക്കാം. പിന്നെ ഇതിനൊരു ഒട്ടിപ്പിടിക്കൽ ഉണ്ടാകും. അത് മാറാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളം, സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിപ്പിടിക്കൽ മാറ്റിയെടുക്കണം. ഇനി ഇത് ഈ തണുത്ത പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചൊവ്വരി, നമ്മുടെ കയ്യിലുള്ള നട്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെ ഇതിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. മാംഗോ കട്ടാക്കിയത് ചെറിയ പീസാക്കിയിട്ട് അതൊരു 1/4 കപ്പ് ഉണ്ടാകും. പിന്നെ നമ്മുടെ മധുരമുന്തിരി ഇല്ലേ, അത് കട്ടാക്കിയത്. കറുത്ത മുന്തിരി ഇടരുത്, പച്ച മുന്തിരിയാണിത്. അതുപോലെ തന്നെ ഒരു ആപ്പിളും, അതും ചെറുതാണ്. എല്ലാം 1/4 കപ്പ് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉറുമാമ്പഴം, അതും 1/4 കപ്പ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അന്നേരം ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇത് 1/4 ടീസ്പൂണേ ആയിട്ടുള്ളൂ. 1/4 ടീസ്പൂണ് കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസേർട്ടാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായി ഇഷ്ടപ്പെടും. കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ പീസാക്കിയത്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ കസ്കസ് ഉണ്ടെങ്കിൽ 10 മിനിറ്റ് മുന്നേ കുതിർത്തിയിട്ട് അതും ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാനത്. ഇനി നമുക്കിത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ 5-6 മണിക്കൂർ തണുപ്പിക്കാൻ വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കഴിച്ചാലും നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കും, അത്രയും ടേസ്റ്റാണ്. ട്രൈ ചെയ്താൽ എന്തായാലും ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. പിന്നെ ഇത് വല്ലാതെ കട്ടിയൊന്നും ഉണ്ടാവില്ല, കുറച്ച് ലൂസായിരിക്കും. ഇത് ഡിസേർട്ട് തയ്യാറായിട്ടുണ്ട്. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.